നാഗാലാൻഡ് മണിപ്പൂർ അതിർത്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർഗം. കാണുമ്പോൾ പച്ച പുതപ്പണിഞ്ഞ കുന്നും മലനിരകളുമാണെങ്കിലും സൂക്കോ വാലിയിലേക്കുള്ള ട്രക്കിംഗ് അത്ര സുഖകരമല്ല. നിങ്ങൾ എന്തെങ്കിലും സൂക്കോ വാലി ട്രക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു? ട്രക്ക് പ്ലാൻ ചെയ്യാൻ എന്നോടൊപ്പം വെർച്വലായി സഞ്ചരിക്കാം. വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം സൂക്കോ വാലിയിലേക്ക്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനമായ കോഹിമയിൽ നിന്ന് 25ഓളം കിലോമീറ്റർ ദൂരെയുള്ള വിശ്വേമ എന്ന ഗ്രാമത്തിൽ നിന്നാണ് സൂക്കോ വാലി ട്രക്ക് ആരംഭിക്കുന്നത്. ട്രക്കിൻ്റെ ആദ്യ ഭാഗം തന്നെ കയറ്റമാണ്. കൽപ്പടവുകൾ കയറി കാടും മേടും താണ്ടിയുള്ള ഒന്നാം ഘട്ടം. 1.5 മണിക്കൂറോളം ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേക്കും കിതപ്പും ദാഹവും വയ്യായികയും ഒക്കെ വിരുന്നെത്തും. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കാണിച്ചു തരുന്നത്. ഇതാണ്, ഇങ്ങനെ കയറി വരുവാണ്. കുറേ നേരമായിട്ട് ഞാൻ കുറച്ച് ദൂരം വന്നിട്ടാട്ടോ നിങ്ങളോട് സംസാരിച്ച്. അതിൻ്റെ കിതപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് പോകണം. ബാക്കിലെ മുന്നിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. നെറ്റ്വർക്ക് ശോകമെന്നല്ല, ഇല്ലെന്ന് പറയാം. ഓഫ്ലൈൻ മാപ്പ് സെറ്റ് ചെയ്ത് വെക്കണം. കയറിൽ തൂങ്ങിയാടി മുകളിലോട്ടുള്ള ഈ കയറ്റം കൂടി കഴിഞ്ഞാൽ പച്ച രോമക്കെട്ടുകൾ ആകാശത്ത് തെളിഞ്ഞു വരും. കയറ്റം കയറി വന്ന ക്ഷീണം മറക്കാൻ നമ്മൾ വാവ് വാട്ട് എ വ്യൂ എന്നൊക്കെ പറയും. വാലിയിലേക്കുള്ള നടപ്പിൻ്റെ 2ാം ഘട്ടവും ഏറ്റവും സുന്ദരമായ ഘട്ടവും തുടങ്ങുകയായി. ഇനി ഇല്ലിമുളം കാട്ടിലൂടെ 3 മണിക്കൂർ നടത്തമാണ്. വാലിയുടെ ക്യാമ്പ് സൈറ്റിലേക്കാണ് ഈ നടപ്പ്. സമതല പ്രദേശത്തു കൂടെയാണ് നടപ്പ് എന്നതുകൊണ്ട് മുൻപത്തെ ഘട്ടത്തിലുണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയും. മേഘങ്ങളൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഫോഗ്. അതീവ സുന്ദരമായ സ്ഥലമാട്ടോ. നടന്നു പോകുന്ന വഴിയിലുടനീളം ദൃശ്യമാകുന്ന പച്ചക്കുന്നുകൾ തരുന്ന ആനന്ദം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. മുളങ്കാടിനുള്ളിലൂടെ ഒഴുകുന്ന അരുവിയുടെ ശബ്ദവും കുഞ്ഞു കിളികളുടെ കളകളാരവവും നമ്മളും മാത്രമാകുന്ന ഒരനുഭവം. ഈ സൈഡ് ഉണ്ടല്ലോ, ഫുള്ള് മുളയാണ് കേട്ടോ. നമ്മൾ എൻ്റെ അത്ര ഹൈറ്റുള്ളതെന്ന് പറയും. എൻ്റെ ഷോൾഡർ വരെയൊക്കെ പൊക്കമുള്ള കുറേ മുളങ്കാടാണ് ശരിക്കും പറഞ്ഞാൽ സൂക്കോ വാലി. ഫുള്ള് മുളയാണ്. അവിടെ നോക്കിയാണ് ഞാൻ ആ മുളയുടെ ഇടയിലൂടെ വെട്ടിത്തെളിച്ച ചെറിയ വഴിയിലൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടിനിയും കിലോമീറ്ററുകൾ താണ്ടാനുണ്ട്. മുളങ്കാടുകൾക്കിടയിലെ വഴി ചിലപ്പോൾ ഇടതൂർന്നതും നനവാർന്നതും ഇരുട്ടുള്ളതുമൊക്കെയായി രൂപവും കോലവും മാറി മാറി വരും. മൂടൽമഞ്ഞും മേഘങ്ങളുമൊക്കെ തൊട്ടില്ല എന്ന രൂപത്തിൽ നമ്മളെ തഴുകിക്കടന്നു പോകും. നടന്ന് 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ സൂക്കോ വാലിയുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്ക്, നല്ല എനർജറ്റിക് അല്ലേ? ഒരു വ്യൂ പോലും നമ്മളെ എത്രത്തോളം എനർജറ്റിക് ആക്കുന്നുള്ളതാണ്. എൻ്റെ ക്ഷീണമൊക്കെ ഞാൻ മറന്നു. സൂപ്പർ കാഴ്ച. എന്തൊക്കെ വിളിക്കാൻ തോന്നുന്നുണ്ട്. സൂക്കോ വാലിയിലേക്കുള്ള ട്രക്കിംഗ് 2 വിധത്തിൽ ചെയ്യാം. തലേ ദിവസം വൈകുന്നേരം ട്രക്ക് ചെയ്ത് ഇവിടെ എത്തി താമസിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് താഴ്വരയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ പോകുന്നത് പോലെ അതിരാവിലെ പുറപ്പെട്ട് ഒറ്റ ദിനം കൊണ്ട് താഴ്വര വരെ പോയി മടങ്ങി വരാം. ഹൃദയ ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഈ ട്രക്കിംഗ് 2 ഘട്ടമായി പൂർത്തിയാക്കുന്നതാവും ഉചിതം. ക്യാമ്പ് സൈറ്റിൽ ടെൻറ്റ് സ്റ്റേ ലഭിക്കും. ആഹാരവും വെള്ളവും ഒക്കെ ഇവിടെ ആവശ്യത്തിനുണ്ട്. ആവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്.
കാർഡ് പേയ്മെൻറ്റ് ഒട്ടും നടക്കാത്ത സ്ഥലമാണ്. ആവശ്യത്തിന് പണം കയ്യിൽ കരുതണേ. അരമണിക്കൂർ ക്യാമ്പ് സൈറ്റിൽ വിശ്രമിച്ച് ഒരു ചായയും ഒരു ഓംലെറ്റും കഴിച്ച് ഇനി ഞാൻ പുറപ്പെടുകയാണ് സോഷ്യൽ മീഡിയ റീലുകളിൽ എന്നെ കൊതിപ്പിച്ച സൂക്കോ വാലിയിലേക്ക്. ക്യാമ്പ് സൈറ്റിൽ നിന്ന് താഴോട്ടുള്ള ഇറക്കമാണ് സൂക്കോ താഴ്വരയുടെ തുടക്കം. 1 മണിക്കൂർ നടന്നാലാണ് താഴ്വരയിൽ എത്താനാവുക. ഞാൻ നടന്നിപ്പോൾ താഴ്വരയിൽ എത്തി. ഇത് അവസാന ലാപ്പാണ്. ഇവിടെ വാലി സ്റ്റാർട്ടാവും. നമ്മൾ ഏറ്റവും താഴേക്ക് നേരത്തെ മുകളിൽ നിന്നൊക്കെ കണ്ടുകൊണ്ടിരുന്ന പിന്നെ വലിയ കുന്നില്ലേ, അതിൻ്റെ താഴ്വാരത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആണ് ഇനി ഉണ്ടാവുക. ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് ഈ മലകളുടെയൊക്കെ വ്യൂ ആസ്വദിക്കാൻ പറ്റും. റോഡൊക്കെ ഭയങ്കര കഷ്ടമാണ്. കയറ്റവും ഇറക്കവും ഒക്കെ ഒരുപോലെ ദുഷ്കരമാണല്ലോ എന്ന് തോന്നിപ്പോകും അനുഭവം. ഇറക്കത്തിൽ 2 വീഴ്ച. വീണിടത്തു നിന്ന് ക്യാമറ ആംഗിൾ പിടിച്ചപ്പോൾ സൂക്കോ അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ക്ഷീണവും തളർച്ചയും ഒക്കെ മറന്ന് ഒടുവിൽ സൂക്കോയുടെ മടിത്തട്ടിലേക്ക്. സൂക്കോ കണ്ട സന്തോഷത്തിൽ മതിമറന്നങ്ങനെ കുറച്ചു നേരം നിന്നു. ഇതാണ് ഗൈസ് നാഗാലാൻഡിലെ സൂക്കോ വാലിയിൽ നിന്നുള്ള വ്യൂ. ഇതായിരുന്നു എൻ്റെ സൂക്കോ വാലി ട്രക്കിംഗ് അനുഭവം. ഞാൻ ഈ യാത്ര പൂർത്തിയാക്കി 2 ദിവസത്തിനകം സൂക്കോ വാലിയിൽ വലിയൊരു അഗ്നിബാധയുണ്ടായി. സൂക്കോ വാലിയിൽ സഞ്ചാരികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.